ജേക്കബ് ജോർജ്, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് കേട്ടു എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ കേട്ടു. അത് എനിക്ക് തോന്നുന്നത് വളരെ ദയനീയമായി പോയി. ശങ്കുട്ടിദാസിന്റെ ഒരു പ്രകടനം. അദ്ദേഹം ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയുടെ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ വക്താവാണ്. ആ വക്താവ് എന്ന നിലയ്ക്ക് അങ്ങനെ തോന്നുന്നു, ഇങ്ങനെ കണ്ടു, അങ്ങനെ കണ്ടു എന്നൊന്നും പറഞ്ഞുകൂടാ. വളരെ ഓതന്റിക് ആയിട്ട് വേണം ഒരു പ്രതിനിധി, ഒരു പാർട്ടിയുടെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്. അദ്ദേഹം കാണിച്ച മണ്ടത്തരം അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം സമ്മതിച്ചു കേട്ടോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ കൂടുതൽ ആക്രമണത്തിന് പോകണ്ട എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, കേരളത്തിലെ പത്രപ്രവർത്തകരെ എനിക്ക് നന്നായിട്ട് അറിയാം. പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടൊക്കെ ഞാൻ ദീർഘകാലം ഇരുന്നിട്ടുള്ളതാണ്. ആരും ഒരാൾ പോലും ഇങ്ങനെ ചെയ്യുകയില്ല. മാധ്യമ പ്രവർത്തകരാകട്ടെ, ക്യാമറമാൻമാരാവട്ടെ, ഫോട്ടോഗ്രാഫർമാരാവട്ടെ, അങ്ങനെ ആരും ചെയ്യത്തില്ല. കാരണം നമുക്കൊരു പടമെടുക്കുക. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ക്യാമറകളും അങ്ങോട്ടേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡിന് വേണ്ടി, ഒരു നിമിഷമാണല്ലോ ഈ ക്യാമറ ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ വേണ്ടത്. ആ നിമിഷത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കിരീടം വെക്കുന്നത് തട്ടിക്കളയാൻ നോക്കുക. അയ്യോ, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനും, ഒരു ക്യാമറമാനും, ഒരു ഫോട്ടോഗ്രാഫറും അങ്ങനെ നീചമായൊരു പ്രവൃത്തി ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ശങ്കുട്ടിദാസിന് തെറ്റിപ്പോയി. അദ്ദേഹം മാപ്പ് പറഞ്ഞില്ല ഇല്ല എങ്കിൽ പോലും മാപ്പ് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തെ വീഴ്ച. അതുകൊണ്ട് അങ്ങനത്തെ ചർച്ചകളൊക്കെ ഇനിയും കൂടുതൽ പോകത്തില്ല. കാരണം കേരളത്തിലെ സമൂഹത്തിന് മനസ്സിലായിരിക്കുന്നു കാര്യങ്ങൾ എന്താണ്, സത്യം എവിടെയാണ്, യാഥാർത്ഥ്യം എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായിരിക്കുന്നു. ഇത് പക്ഷേ ഒരു കേരള സമൂഹത്തിലും വെറുപ്പും വിദ്വേഷവും സമുദായ സ്പർദ്ധയും ഒക്കെ പടർത്താൻ ചില സൈബർ ഇടങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അപകടകരമാണ്. ഈ അപകടത്തിലേക്കാണ് കാവ്യ നിങ്ങളൊക്കെ വിരൽ ചൂണ്ടിയത്. അത് വളരെ അന്തരാഷ്ട്രീയമായ കാര്യം കൂടിയാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി, മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് ആണ് പ്രതികരിച്ചത്. ഒപ്പം തിയോഫിൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു മാടപ്പാട്ട് എന്നിവരാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമില്ലാത്ത പ്രചാരണങ്ങളിലേക്കും കൈരളിയുടെ പേര് ഇനി മേലിൽ വലിച്ചിടരുത് എന്നത്, അല്ലെങ്കിൽ ഈ നിലയ്ക്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് കൈരളിയോട് പ്രതികരിച്ചതുപോലെ തന്നെ ദാരുണമായി പോവും ഇവരുടെയൊക്കെയും അവസ്ഥ എന്നും ഞങ്ങൾ വിനീതപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്.